ഒരുപാട് ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ പേരെടുത്ത് പറയുക എന്നുള്ളതല്ല. ഈ സമയം വരെ ഇങ്ങനെ ഇപ്പം എങ്ങനെ ഇപ്പം ഇന്ന് വേറൊരു സുഹൃത്തായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ യാദർശികമായിട്ടാണ് ഉണ്ടാവുന്നൊരു കാര്യം വെച്ചാൽ, അല്ല നിങ്ങളുടെ നന്മ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കില്ലേ നിങ്ങൾ ഇത്രയും കാലം പിടിച്ചു വെക്കുന്നത് എന്നൊക്കെ ഞാൻ പറയും. ഞാൻ ആരെയും വെറുപ്പിക്കാൻ പോകാറില്ല, ഞാൻ എൻ്റെ മാത്രം വഴിയിലൂടെ സഞ്ചരിക്കുന്നു ഞാൻ. അപ്പോൾ ഒരുപാട് ഒരുപാട് പേരുടെ സ്നേഹം, ഈ പറയുന്ന പരസ്പരം സ്നേഹവും വിശ്വാസവും പങ്കുവെക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയതാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് അങ്ങനെ 30 വർഷത്തെ പേരൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക്കുള്ള കാര്യമാണ്. ഇന്നും എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറയുന്നപ്പോൾ എത്രയോ പേര്, ഞാനൊരു സങ്കടം പറയട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചോദിച്ചതിനൊരു ഒരു കൃത്യമായിട്ട് ഉത്തരം പറയാം. 30 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ശ്രീനേട്ടൻ എൻ്റെ അടുത്ത് ഭയങ്കര ബന്ധമായിരുന്നു ശ്രീനേട്ടനായിട്ട്. അങ്ങനെ വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുകയും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ശ്രീനേട്ടനായിട്ട് ഇന്നേ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. ശ്രീനേട്ടൻ്റെ ഒരു കഥാപാത്രം അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു സങ്കടമുള്ള കാര്യം എനിക്ക് പറഞ്ഞാൽ. ഞാനത് ശ്രീനേട്ടൻ മരിച്ച ശേഷം നമുക്കത് ലൈവായിട്ട് കേൾക്കുമ്പോൾ നമ്മളത് ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ശ്രീനേട്ടനായിട്ട് ഞാൻ ഇപ്പോൾ ഞാനും പ്രിയനും കൂടിയിട്ടാണ് ആദ്യം കാണുന്നത്. ഉദയനാണ് താരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ദിവസം ഒരു ദിവസം മുഴുവൻ കുറേ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സന്തോഷ് ശശികാന്തത്തിൻ്റെ പുസ്തക പ്രകാശനം, അങ്ങനെ പല ഇടങ്ങളിലൂടെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീനേട്ടൻ്റെ കൂടെ പറ്റിയിട്ടില്ല. അതിപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും. വീണ്ടും പരിചയപ്പെടാൻ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു കഥാപാത്രം, ഒരു സീനെങ്കിലും വന്ന് പറ്റിയില്ല എന്നുള്ളത് വലിയ നഷ്ടബോധം തോന്നുന്നുണ്ട് ശരിക്കും. ഈ നമുക്ക് ഈ 30 വർഷത്തിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നില്ല. അത് ഇപ്പം 30 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. സിനിമ തന്നെയാണ് ലൈഫ്, ജീവനും ശ്വാസവും എല്ലാം സിനിമയാണ്, എല്ലാം തന്നതും സിനിമയാണ്. നാടകത്തിലുണ്ടായിരുന്നു, ഇപ്പം കവിതകൾ പ്രിയമാണ്. ഈ 30 വർഷമായിട്ട് കൈക്കുള്ളിൽ നിർത്തി വളർത്തുന്ന ഒരു സിനിമയ്ക്ക് ഇർഷാദ് അലി എന്ന നടൻ തിരിച്ചെന്താണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? ഞാൻ ഷെറീഫ് ഈസ എന്ന് പറയുന്നൊരു സംവിധായകനുണ്ട്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സംവിധായകൻ. അദ്ദേഹം ചെയ്തൊരു സിനിമയുണ്ട്, ആണ്ടാളെന്ന് പറയുന്ന സിനിമ. അത് പ്രൊഡ്യൂസ് ചെയ്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നു. എനിക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കാശുകാരനായിട്ടൊന്നുമല്ല, എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ചെറിയ സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിനൊരു സാധ്യതകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര എവിടെ കൊണ്ട്, ഇപ്പോൾ ആണ്ടാൾ എന്ന് പറയുന്ന സിനിമ ധാക്കയിലൊക്കെ പോയതാണ്, അമേരിക്കയിൽ ഫെസ്റ്റിവലിലൊക്കെ പോയതാണ്, കുറേ ഫെസ്റ്റിവൽ, പൂന ഫെസ്റ്റിവൽ, അങ്ങനെ ഒരുപാട് ഇന്ത്യയിലും വിദേശത്തായിട്ടുള്ള ഒരുപാട് ഫെസ്റ്റിവൽ. ഇങ്ങനെ ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. സിനിമയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയത് നമ്മൾ സിനിമയിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കുകയുണ്ടായിട്ടില്ല. പിന്നെ സിനിമയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് സിനിമയാണ്, ഇതല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന എൻ്റെ സത്യസന്ധമായിട്ടുള്ള യാത്രയോട് ഞാൻ 100% നീതി പുലർത്തിയിട്ടുണ്ട്. സിനിമയെ ദ്രോഹിക്കുന്ന രീതിയിൽ, സിനിമയ്ക്ക് എന്തെങ്കിലും അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് ഞാൻ കൊടുത്തൊരു മുതൽക്കൂട്ട്. തീർച്ചയായിട്ടും. തരുൺമൂർത്തിയുടെ അടുത്ത സിനിമയിലുണ്ടെന്ന് പറഞ്ഞു, ലാലേട്ടൻ സിനിമ. എന്തായിരിക്കും കഥ? അതിനെന്തെങ്കിലും ജോണറുണ്ട്? കഥ എന്ന് വെച്ചാൽ ജോണർ എന്താണ്? അത് എങ്ങനെ എന്തെങ്കിലും, കാരണം പല കിംവദന്തികളും അന്തരീക്ഷത്തിലുണ്ട്. മറ്റൊരു ഡയറക്ടർ ചെയ്യാനിരുന്ന സിനിമയിൽ ഡയറക്ടർ മാറിയതാണെന്നും അതല്ല ഇത് കംപ്ലീറ്റ്ലി പുതിയ കഥയാണെന്നും. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്തായിരിക്കും? അതിന് ക്ലാരിഫിക്കേഷൻ അവർ തരുന്നില്ല, എനിക്ക് നല്ലത്. ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഇപ്പോൾ എനിക്ക് തരാവുന്ന ഒരു കാര്യം. അതെ, അത് കോമഡി അല്ല, ഞാനൊരു പോലീസ് ഓഫീസറായിട്ടാണ്. ഓക്കെ. ലാലേട്ടൻ്റെ ക്യാരക്ടറും പോലീസാണ്. ഓക്കെ. അത് ഒക്കെ അങ്ങനെ തന്നെയാണ്. സീരിയസ് സിനിമ, ഒരു കോമഡി സിനിമയല്ല, എന്നാൽ ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഹ്യൂമറുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ നമ്മുടെ തുടരും സിനിമയ്ക്കകത്ത് ഇടയ്ക്കുള്ള ഒരു ഡയലോഗ് ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും കഴിയാതെ മറ്റേ നാഗാസൈരന്ദ്രയുടെ അത് തന്നെ എടുത്തതല്ലേ? അതൊക്കെ സ്പോട്ടിൽ വന്ന ഇംപ്രൈസേഷൻ ആണോ? അല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അത്
അത് എഴുതി വെച്ചത് ഇങ്ങനെ സാധനം നിങ്ങൾക്ക് കയ്യടി കിട്ടാനുള്ള സാധനമാണ്, അല്ലെങ്കിൽ ആളുകൾ ചിരിക്കാൻ സാധ്യതയുള്ള സീക്വൻസാണ് എന്ന് പറയുന്ന സ്പോട്ടിൽ വേണമെങ്കിൽ ഞാൻ പറയാവുന്ന ഒരു ഇമ്പ്രൂവൈസേഷൻ. സ്റ്റേഷനിൽ പോയിട്ട് നാക്കുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ബിനു നാക്കും, അപ്പം നാക്കും, അപ്പോൾ ബിനു നാക്കുക, ഈ സാധനങ്ങൾ സ്പോട്ടിൽ ഉണ്ടാക്കിയ കാര്യം. നമ്മളാ വണ്ടി പിടിച്ചിട്ട് നിൽക്കുകയും ഞാൻ പട്ടിക്കാരൻ എന്നുള്ള ലെവലിൽ ഇങ്ങനെ ചെന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ബിനു അതൊക്കെ ചിരിച്ച സീനാണ്. അതെ, ബിനു ആക്കുന്നതൊക്കെ അതൊക്കെ സ്പോട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. സിനിമയിൽ നിന്ന് ടോട്ടലി മാറി ചോദിച്ചു കഴിഞ്ഞാൽ കവിതകൾ വായിക്കാൻ ഇപ്പോഴും സമയം കിട്ടാറുണ്ട്. ഒരു സമയത്ത് ഞാൻ എപ്പോഴും കവിത വായിച്ച് പാടി വീഡിയോ ഇടുന്നതൊക്കെ ഞാൻ തികച്ചും കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്ന സമയമാണ്. കോവിഡ് കാലത്താണല്ലേ? ഞാനേ ഇപ്പം ഈ അടുത്ത കാലത്ത് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ചൊല്ലി, കോവിഡ് ആളുകളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയൊരു കാര്യം. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ, എനിക്ക് തിരിച്ചാലോചിക്കുമ്പോൾ, ഞാൻ ആ കാലത്ത് ഒരു ടെൻഷൻ അനുഭവിക്കാത്ത മനുഷ്യനായിരുന്നു. അതെങ്ങനെ സാധ്യമായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് എല്ലാ ദിവസവും കവിത എഴുതുമായിരുന്നു. ഞാൻ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. നാളെ എന്തിനെക്കുറിച്ച്, ഞാൻ നാളെ എന്തെന്നുള്ളതെന്ന് വെച്ചാൽ നാളെ ഇടേണ്ട കവിതയെക്കുറിച്ചാണ് എൻ്റെ ആലോചന ഉണ്ടായിരുന്നത്. അല്ലാതെ നാളെ എന്ത് സംഭവിക്കും, എൻ്റെ EMI, അല്ലെങ്കിൽ ആളുകളൊക്കെ അതൊക്കെ ടെൻഷനായിരുന്നല്ലോ. ഞാനങ്ങനെ വലിയ EMI ഒന്നും എടുത്ത് തലയിൽ വെക്കുന്ന ഒരാളല്ലേ. എനിക്ക് കൊക്കിലൊതുങ്ങുന്നു തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്ത് വെറുതെ ടെൻഷൻ ഉണ്ടാക്കാവുന്ന ഒരാളല്ല. ഈ നിമിഷം വരെ ഒരു അസുഖത്തിൻ്റെയും ഗുളിക കഴിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ തന്നെ അതങ്ങനെ തന്നെ പോട്ടെ. അതൊരു വലിയ സന്തോഷമായിട്ട് കാണും. കാരണം ഞാനെല്ലാം കൂളായിട്ട് ഓക്കെ എങ്ങനെയാണോ അങ്ങനെ. അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആലോചിച്ചൊരു കാര്യമാണ്. ഞാൻ മറികടന്നത് ഇതാണ്. അന്ന് കവിതകൾ ഡെയിലി ഒരു കവിത FBയിൽ എടുത്തിടും. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ കവിത പഠിക്കണം. ആ കവിത പഠിച്ച് ഞാൻ ഉച്ചയ്ക്ക് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ് അത് ചൊല്ലി, ഒരു 11 മണിക്ക് തുടങ്ങി ട്യൂണല്ലോ, ഗദ്യ കവിതകളാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനൊരു 10-20 പ്രാവശ്യമൊക്കെ ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിന് തന്നെ സമയം പോവും. 1 മണിക്കൂറോളം അത് എടുക്കും. അത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ വരുന്ന അതിൻ്റെ ഹരം കാണും. അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ച് നല്ല രസമുള്ള കവിതകളെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഊണ് കഴിച്ച് കുറച്ച് നേരം കിടന്ന് തുടങ്ങി. എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നാളെ എന്ത് കവിത ചൊല്ലുന്നുണ്ട്, നാളെ ഏതാ കവിത എന്നൊക്കെ ആലോചിച്ച് അതിനെക്കുറിച്ച് കണ്ടുപിടിച്ച് അതൊന്നും നോക്കി വെച്ച് അങ്ങനെ, അതല്ലാതെ വേറൊന്നും ആലോചിച്ചില്ല. വായന നടന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവാക്കിയൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ എനിക്ക് കവിതകളോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ഒരു സുപ്രഭാതത്തിൽ കവിതയിൽ ഇടുക എന്നുള്ളതല്ല, അതിന് മുമ്പ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇത് ഡെയിലി എന്ന് പറയുന്ന പോലെ ഒരു പ്രോസസ്സ് ഉണ്ടായത് ഈ കോവിഡ് കാലത്ത് അത് വലിയ ഗുണം ചെയ്തു. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ചൊല്ലിയിടാറുണ്ട്. ഇപ്പോഴും കവിതയുടെ ഫോളോവറാണ് ഞാൻ.